പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിരന്തരം പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രശ്നങ്ങളില്ലാത്ത ഒരു സമാധാനമുള്ള ഒരു ജീവിതം സാധ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. പലപ്പോഴും നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം അനുഭവിക്കുന്ന വ്യക്തി നമ്മളാണ് എന്നുള്ള ഒരു സ്വാർത്ഥമായ ഒരു ചിന്തയിലോട്ട് നമ്മൾ വഴുതി വീഴുന്നു. അതൊരിക്കലും ഉണ്ടാവരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണരുത്, ചാലഞ്ചസ് ആയിട്ട് കാണണം. ഓക്കെ, എപ്പോഴും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അല്ല എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ചിന്തിക്കരുത്. ഇതിനേക്കാട്ടിലും വലിയ പ്രോബ്ലം ഇതിനു മുൻപ് വന്നിട്ടുണ്ട്, അതും ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ, വട്ട് എവർ ഇറ്റ് ഈസ്, അക്സെപ്റ്റ് ദ പ്രസൻറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ. ഞാൻ എന്താ പരാജയപ്പെട്ടെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഈ മാർക്കറ്റ് എന്താ ഇങ്ങനെയായി പോയത്, ഈ ഒരു വ്യക്തികൾ എന്താ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിലല്ല ചിന്തിക്കേണ്ടത്. ഇതെല്ലാം ഒന്ന് നെഗറ്റീവ് ആയപ്പോഴേക്കും, ഈ ഒരു സാഹചര്യങ്ങളും ഈ ഒരു പ്രശ്നങ്ങളും ഒരു നിമിഷത്തേക്ക് നെഗറ്റീവ് ആയപ്പോഴേക്കും നിങ്ങളങ്ങ് ഡൗൺ ആയിപ്പോയി. നിങ്ങളങ്ങ് വിശ്വസിച്ചു എന്ത്, നിങ്ങളോട് പറഞ്ഞു എന്ത്, നീ പോരാ, നിന്നെക്കൊണ്ട് കഴിയില്ല, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ ചിന്തയായിട്ട് മാറും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വരും. നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ അത് കാണപ്പെടും. ജീവിതത്തിൽ ഈ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ, ആ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, വളരുകയാണ്. വളർന്ന് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ്, നിങ്ങളുടെ സ്വഭാവം നന്നാവുകയാണ്. അഹങ്കാരമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരം കുറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു. പുതിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്ലസ് പോയിൻ്റ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രം നോക്കല്ലേ, നിങ്ങളുടെ ബ്ലെസ്സിങ്സിലോട്ട് ഫോക്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് വളരാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന സ്വപ്നതുല്യമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും വളരാൻ കഴിയില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, മുരടിച്ചു പോവുകയുള്ളൂ. നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസങ്ങളുള്ളത് അവിടെയാണ് നിങ്ങൾ വളരുക. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കപ്പിത്താൻ ഞാനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ്, ഞാൻ നയിക്കുന്നത് പോലെ, ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നീങ്ങുക. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനും ഞാൻ തന്നെയാണ് എന്ന് തൻ്റെയിടത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ എന്തായിട്ടാണ് കാണുക, അവസരങ്ങളായിട്ടും വെല്ലുവിളികളായിട്ടും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്ക് ഇത് കിട്ടില്ല, എൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ചിന്തിക്കേ പാടില്ല. നിങ്ങൾ 10 തവണ വീണിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നതല്ല അതിനർത്ഥം. 11ാമത്തെ തവണ നിങ്ങൾ എണീക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. അതല്ലാതെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളൊരു ഇരയായിട്ട് ഇങ്ങനെ ജീവിക്കരുത്. ഓക്കെ, എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതിങ്ങോട്ട് വന്നോട്ടെ, നോ പ്രോബ്ലം, ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് മീ സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ പേഴ്സൺ. എന്നെ ആ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, എന്നെ കൂടുതൽ കരുത്തുള്ളവനാക്കും, ശക്തിയുള്ളവനാക്കും, പ്രവർത്തിക്കാൻ കഴിയുന്നവനാക്കും, എൻ്റെ കഴിവ് വർദ്ധിപ്പിക്കും, എൻ്റെ അറിവ് വർദ്ധിപ്പിക്കും. ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് ഉഷാറാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? വിന്നേഴ്സ്, വിജയികൾ. അവർക്കെല്ലാവർക്കും ദൈവം നൽകിയ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും നൽകിയിട്ടുള്ളത്. 2 കൈയും കാലും കണ്ണും മൂക്കുകളൊക്കെ ശരീരവും അതേപോലെ തന്നെ അതിൽ ചിന്തിക്കാനൊക്കെ കേപ്പബിലിറ്റിയുള്ള നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. അത് മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ഇതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാൻ ഇതിനെ പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ഇവിടെ നിന്ന് വരും. ബ്രെയിൻ തന്നെ പറഞ്ഞു തരും. ദൈവം അതിനുള്ള പ്രോഗ്രാമിങ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അത്രയ്ക്കും ബ്ലെസ്ഡ് ആണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് പോയിന്റ്, പ്രോബ്ലത്തെ ചാലഞ്ചസ് ആയിട്ട് കാണുക, പ്രോബ്ലമായിട്ട് കാണരുത്. ചാലഞ്ചസ് ആയിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ത്രില്ലിംഗ് ആയിരിക്കും. 2ാമത്തെ പോയിന്റ്, ഒരു പ്ലാൻ തയ്യാറാക്കുക, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. 3ാമത്തത്, നിങ്ങൾ ഈ ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് എന്താണ് എനിക്ക് ഉപകാരപ്പെടുന്നത്, എനിക്ക് ഏത് രീതിയിലാണ് ഇതെന്നെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടമുള്ള കപ്പാസിറ്റിയുള്ള ആൺകുട്ടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പൊരുതുക. യു നീഡ് ടു ടേക്ക് ദാറ്റ്.
നിങ്ങൾ അത് ഏറ്റെടുത്ത് നിങ്ങളുടെ ലൈഫിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എൻ്റെ ലൈഫിൽ എന്ത് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സോൾവ് ചെയ്യും. എൻ്റെ ലൈഫിൽ എന്ത് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വേണ്ട വിധത്തിൽ മറികടക്കാൻ തയ്യാറാവും. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ്. അതിനെ ഗെയിമായിട്ട് തന്നെ കാണണം. ദൈവം മുകളിലിരുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. നമുക്ക് പല ചാലഞ്ചസ് ഇട്ടുകൊണ്ടിരിക്കും. ഓരോ ചാലഞ്ചസിനെയും മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പോയിന്റുകൾ കിട്ടും. ആ പോയിന്റുകൾ നമ്മുടെ ശക്തികളാണ്, നമ്മുടെ അറിവുകളാണ്, നമ്മുടെ ജീവിതത്തിലെ വിജയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് മാത്രം ഇത് കടന്നു പോകില്ല, അല്ലെങ്കിൽ ഇത് വിഷമമാണ്, ഇതെൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചിന്തിക്കുക. ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടാകും. ഇന്ന് നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ നാളെ നമുക്കൊരു സൗഖ്യമുണ്ടാകും. ഇന്ന് സൗഖ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ചെറിയൊരു പ്രയാസം ഉണ്ടായേക്കാം. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാനതിന് പ്രിപ്പയർഡാണ്. മാനസികമായിട്ട് ഞാനതിന് റെഡിയാണ്. എല്ലാ പ്രശ്നങ്ങളും എന്നെ കരുത്തറ്റതാക്കുന്നു. എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ള രീതിയിലുള്ള നല്ല നല്ല ചിന്തകൾ മാത്രം നിലനിർത്തുക. ജീവിതം മുന്നേറട്ടെ, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ.